ഓൺലൈൻ ക്ലാസ്സിനിടെ അശ്ലീല പരാമർശം നടത്തിയെന്നും നഗ്നത പ്രദർശിപ്പിച്ചുവെന്നുമുള്ള പരാതിയിൽ MS സൊല്യൂഷൻസ് CEO MS ഷുഹൈബിനെതിരെ അന്വേഷണവുമായി കൊടുവള്ളി പോലീസ്. AIYF ആണ് പരാതി നൽകിയത്. ചോദ്യക്കടലാസ് ചോർത്തിയെന്ന കേസിൽ MS സൊല്യൂഷൻസിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നതിനിടെയാണ് കൊടുവള്ളി CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത്. ഓൺലൈൻ ക്ലാസ്സിനിടെ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പാഠഭാഗങ്ങൾ അശ്ലീലം കലർത്തിയാണ് പഠിപ്പിക്കുന്നതെന്നും ആരോപിച്ചാണ് പരാതി നൽകിയത്. ചോദ്യക്കടലാസ് ചോർന്നുവെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് AIYF പരാതിയുമായി എത്തിയത്. മുണ്ടുപൊക്കുന്നതുൾപ്പെടെയുള്ള വീഡിയോ ആണ് യൂട്യൂബിൽ പങ്കുവച്ചിരിക്കുന്നത്. എന്നാൽ സംഭവം വിവാദമായതോടെ വീഡിയോകൾ നീക്കം ചെയ്യുകയും ചെയ്തു. വീഡിയോയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകണമെന്ന് മെറ്റയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. MS സൊല്യൂഷൻസിന്റെ യൂട്യൂബ് അക്കൗണ്ടിന് 1.31 മില്യൺ സബ്സ്ക്രൈബേഴ്സാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയും യൂട്യൂബിലൂടെ ഷുഹൈബ് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യം പങ്കുവച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 40 മാർക്കിൽ 32 മാർക്കിന്റെ ചോദ്യവും ഷുഹൈബ് പറഞ്ഞതായിരുന്നു പരീക്ഷയ്ക്ക് വന്നത്. ഇതോടെ കെമിസ്ട്രിയുടെ ചോദ്യക്കടലാസും ചോർന്നുവെന്ന് ആരോപണമുയർന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം അധ്യാപകരിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ ക്ലാസുകൾ തയ്യാറാക്കാനായി സഹകരിച്ചിരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് ശേഖരിക്കുന്നുണ്ട്. MS സൊല്യൂഷൻസിനെതിരെ മുൻപ് പരാതി നൽകിയ സ്കൂൾ അധികൃതരുടെയും മൊഴിയും അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. SLCയുടെയും +1ന്റെയും ചോദ്യപേപ്പറുകളാണ് തലേ ദിവസം യൂട്യൂബ് ചാനലുകൾ ചോർത്തി നൽകിയത്. ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്ന MS സൊല്യൂഷൻസാണ് സംശയനിഴലിലായത്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണം ഉയർന്നതിന് പിന്നാലെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരുന്നു. കെമിസ്ട്രി ചോദ്യപേപ്പറുമായാണ് MS സൊല്യൂഷൻ വീണ്ടും ലൈവിലെത്തിയതും. ചെയ്യാത്ത തെറ്റിന് സ്ഥാപനത്തെ ഇരയാക്കിയെന്നും വിദ്യാർത്ഥികൾക്കായി ഇന്ന് ലൈവിലെത്തിയത് ജീവൻ പണയപ്പെടുത്തിയാണെന്നും CEO ഷുഹൈബ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. സ്ഥാപനത്തിനെതിരെ അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് ഷുഹൈബിനെതിരെ ഇങ്ങനെയൊരു നടപടിയും സ്വീകരിച്ചത്. അതേസമയം മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ വന്ന സാധ്യതാ ചോദ്യങ്ങൾ നോക്കിയാണ് വീഡിയോ തയ്യാറാക്കിയതെന്നാണ് സ്ഥാപനത്തിലെ ജീവനക്കാർ നൽകുന്ന വിശദീകരണവും. ചോദ്യപേപ്പർ ചോർത്തിയിട്ടില്ലെന്ന നിലപാടിലാണ് ജീവനക്കാർ. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.